എഴുകുംവയൽ കുരിശുമലയിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹം. ഹൈറേഞ്ചിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹം രാത്രി വൈകിയും തുടരുകയാണ്. ഇന്ന് രാവിലെ 9:45 മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ പങ്കുചേർന്നു. കുരിശിൻ്റെ വഴിയെ തുടർന്ന് മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും നിരവധി വിശ്വാസികളാണ് ഇന്ന് കുരിശുമല ചവിട്ടിയത്. വൈകുന്നേരം 5 മണിക്ക് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ, ഫാദർ ജോർജ് പള്ളിവാതുക്കൽ, എഴുകുംവയൽ നിത്യസഹായമാതാ പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോദ് കാനാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിശ്വാസികൾക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും, കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപവും, തീർത്ഥാടക ദേവാലയത്തിലെ സംശയാലുവായ തോമായുടെ ചിത്രവും, ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രൂപവും തിരുക്കല്ലറയും സന്ദർശിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിരുന്നു. 40-ാം വെള്ളിയാഴ്ച അഭിമന്യ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകുന്ന കുരിശുമല തീർത്ഥാടനവും, ദുഃഖവെള്ളിയാഴ്ച കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ പങ്കെടുക്കുന്ന കുരിശിൻ്റെ വഴിയും നടക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ച ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KSRTCയും സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതുമാണെന്ന് കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.